അഊദുബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയ വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശുദ്ധ ഖുർആനിൻ്റെ വ്യത്യസ്തങ്ങളായ ഉപമകളിലൂടെ അത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ചില ഉദാഹരണങ്ങൾ നമ്മളോട് വിശദീകരിക്കുമ്പോഴേ അതിനെ മനക്കണ്ണുകൊണ്ട് കാണുവാനും നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യാനും ആ ഉദാഹരണങ്ങളിലെ ഓരോ പദപ്രയോഗങ്ങളും വേർഡ് ബൈ വേർഡായിട്ട് തന്നെ അതിനെ മനസ്സിലാക്കാനും ചിന്തിക്കുവാനും ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഭാവിയിൽ ചില കാര്യങ്ങൾ എഴുതുകയോ പ്രസംഗിക്കുകയോ വർത്തമാനം പറയുകയോ ചില കോൺവെർസേഷനിൽ നിങ്ങൾ മുഴുകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഉപമകൾ നിങ്ങളെ കൂടുതൽ ചിന്തിപ്പിക്കുകയും കൂടുതൽ വലിയ വലിയ കാര്യങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഖുർആനിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വിശുദ്ധ വചനത്തെ, ആ പരിശുദ്ധ വാക്യത്തെ ഒരു വലിയ വൃക്ഷത്തോട് ഉപമിക്കുന്നുണ്ട്. ഒരു മനോഹരമായ ഉപമയാണത്. പറഞ്ഞാൽ നമ്മളുടെ ഈ കൊച്ചു സമയത്തിനുള്ളിൽ നമുക്ക് പറഞ്ഞു തീർക്കാൻ സാധിക്കാതത്ര വായനയും ചിന്തയും ആവശ്യമായ ഒരു വലിയ ഉപമയാണത്. സൂറത്ത് ഇബ്രാഹിമിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് വിശദീകരിക്കുന്നത്. 24, 25, 26 ആയത്തുകളിൽ അള്ളാഹു 2 തരം വൃക്ഷങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമത്തൻ ത്വയ്യിബത്തൻ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹ സാബിത്തുൻ വഫർഉഹ ഫിസ് സമാ തുഅതി ഉകുലഹ കുല്ലു ഹീനിൻ ബിഇذن റബ്ബിഹ വയളിരിബുല്ലാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ വമസലു കലിമത്തിൻ ഖബീസത്തിൻ കശജറത്തിൻ ഖബീസ ഇജ്തുസ്സത് മിൻ ഫൗഖിൽ അർളി മാ ലഹാ മിൻ ഖറാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കൃത്യമായി നമ്മളോട് ഇതിൻ്റെ അർത്ഥം പറയുന്നുണ്ട്. ഒരു മരത്തെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. സത്യവിശ്വാസികളെ, അള്ളാഹു നിങ്ങൾക്ക് ഒരു പരിശുദ്ധ വചനത്തെ ഉദാഹരണമായിട്ട്, എങ്ങനെയാണ് ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തരുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിരിക്കുക. പരിശുദ്ധ വചനം എന്നത് ഒരു വിശിഷ്ടമായ ഒരു വൃക്ഷത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഒരു വൃക്ഷം പോലെയാകുന്നു. അതിൻ്റെ വേര്, അതിൻ്റെ അസ്വല്, അത് മണ്ണിൽ ആഴത്തിൽ ആണ്ടിറങ്ങിയിരിക്കുന്നു. അതിൻ്റെ ശാഖകളോ അതിൻ്റെ കൊമ്പുകളോ അത് ആകാശത്തിലേക്ക് ഇങ്ങനെ ഉയർന്നു പൊന്തിയിരിക്കുന്നു. അമ്പരചുംബികളാണ്, ആകാശത്തിലേക്ക് ഇങ്ങനെ ഉയർന്നിരിക്കുന്നു. എല്ലാ കാലത്തും അത് റബ്ബിൻ്റെ കൽപ്പന പ്രകാരം ഫലങ്ങൾ, ഫ്രൂട്ട്സ് നൽകിക്കൊണ്ടേയിരിക്കുന്നു. അള്ളാഹു ഈ ഉദാഹരണങ്ങൾ നൽകുന്നത് തീർച്ചയായിട്ടും ജനം അതിൽ നിന്നും ചിന്തിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്, പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ അള്ളാഹു ഉപമകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇനിയോ മോശം വചനത്തിൻ്റെ ഉദാഹരണം അത് ഇപ്രകാരമാകുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് പിഴുതെറിയപ്പെടുന്ന ഒരു മോശം വൃക്ഷത്തിൻ്റേതാകുന്നു മോശം വചനത്തിൻ്റെ ഉപമ. അതിന് ഒരു അടിയുറപ്പുമില്ല. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഈ ആയത്ത് പറയുന്ന സമയത്ത് നിങ്ങളൊന്ന് അതിൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ വളരെ ചെറിയ സിമ്പിൾ വാക്കുകൾ കൊണ്ടാണ് അള്ളാഹു ഇതിനെ വിശദീകരിക്കുന്നത്. അലം തറ, നീ കണ്ടില്ലയോ, നിങ്ങൾ കാണുന്നില്ലേ? കൈഫ ലറബല്ലാ, കൈഫ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ലറബല്ലാഹു മസല, നമ്മൾ കുറേ ആയത്തുകളിൽ പഠിച്ചതാണ്. അള്ളാഹു എങ്ങനെയാണ് നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു തരുന്നതെന്ന്. കലിമത്തിൻ ത്വയ്യിബത്തിൻ, ഒരു വിശുദ്ധ വചനത്തിൻ്റെ, അത് കശജറത്തിൻ, അതൊരു വൃക്ഷത്തെ പോലെയാണ്, എന്ന് പറഞ്ഞാൽ പോലെയാണ്. ത്വയ്യിബത്തിൻ, അതൊരു മഹത്തായ ഒരു വൃക്ഷത്തെ, വലിയ ഒരു നല്ല അതിമഹത്തായ ഒരു വൃക്ഷത്തെ പോലെയാകുന്നു. അസ്ലുഹ സാബിത്തുൻ, അതിൻ്റെ വേര് സാബിത്തുൻ, അത് നല്ല ഉറപ്പുള്ളതാകുന്നു. വഫർഉഹ, അതിൻ്റെ കൊമ്പുകളാവട്ടെ, അതിൻ്റെ ശിഖരങ്ങളാവട്ടെ, ഫിസ്സമാ, അത് ആകാശത്തിലേക്ക് ഇങ്ങനെ അതിൻ്റെ ചില്ലകളൊക്കെ ഉയർന്ന് അമ്പരചുംബികളാണ്. എന്ന് പറഞ്ഞാൽ ആകാശം തൊട്ട് നിൽക്കുന്ന അതിൻ്റെ ശിഖരങ്ങളുണ്ട്, അതിങ്ങനെ ആകാശത്തിലേക്ക് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നുണ്ട്. ഇനിയോ തുഅതി, അത് നൽകുന്നു. ഉകുലഹ, അതിൻ്റെ ഫ്രൂട്ട്സ്, കുല്ലഹീനിൻ, എല്ലാ സമയത്തും ബിഇദ്നി റബ്ബിഹ,
അള്ളാഹുവിൻ്റെ അതിൻ്റെ റബ്ബിൻ്റെ അനുമതിയോടുകൂടി അതിൻ്റെ ഫ്രൂട്ട്സ് അതെല്ലാ സമയത്തും ആളുകൾക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നു. വയളിബുല്ലാഹുൽ അംസാല ലിന്നാസി, തീർച്ചയായിട്ടും അള്ളാഹു അവൻ റബ്ബ് ഉദാഹരണങ്ങൾ മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ലിന്നാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക്. ലഅല്ലഹും യതദക്കറൂൻ, ഇത് നമ്മൾ കുറേ ആയത്തിൽ പരിചയപ്പെട്ടതാണ്. ലഅല്ലഹും യതദക്കറൂൻ, അവർ ചിന്തിച്ചു മനസ്സിലാക്കുന്നവരായെങ്കിലോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലേ. ഇനി വമസലു കലിമത്തിൻ ഖബീസത്തിൻ, ഒരു മോശം, ഒരു മ്ലേച്ഛമായ നീചമായ ഒരു വാക്കിൻ്റെ ഉപമ. ഖബീസത്താണ് ഏറ്റവും വൃത്തികെട്ട, മോശം. ഖശജറത്തിൻ ഖബീസ, അതൊരു മോശം വൃക്ഷം പോലെയാകുന്നു. അത് ജുത്തുസത്ത് മിൻ ഫൗക്കൽ അർള്, ജുത്തുസത്ത് വേരോടെ പിഴുതു മാറ്റപ്പെടുന്നു. മിൻ ഫൗക്കൽ അർള്, ഭൂമിയുടെ മുകളിൽ നിന്നും. ഫൗക്ക എന്ന് പറഞ്ഞാൽ മുകളിൽ, അർള് എന്ന് പറഞ്ഞാൽ ഭൂമി. മാലഹ മിൻ ഖറാറ്, അതിന് ഒരു നിലനിൽപ്പുമില്ല. ഖറാറ്, ഒരു നിലനിൽപ്പുമില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു വലിയൊരു വൃക്ഷം കാണുമ്പോഴേ, അല്ലെങ്കിൽ ആ വൃക്ഷത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പദത്തെ വൃക്ഷത്തോട് ഉപമിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വലിയ വൃക്ഷം, ആകാശത്തിലേക്ക് അതിൻ്റെ ശിഖരങ്ങൾ ഇങ്ങനെ അന്തസ്സോടുകൂടി, ഇസ്സത്തോടുകൂടി അതിങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. അത് ധാരാളമായിട്ട് അതിൻ്റെ പഴങ്ങൾ അത് ആളുകൾക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നു അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം. കാരണം അതിങ്ങനെ ഇസ്സത്തോടുകൂടി നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശവാക്യത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തോടു കൂടിയാണ് ആ മനുഷ്യർ ജീവിക്കുക. അത് നിങ്ങൾ ഫലം നൽകുന്നു എന്ന് പറഞ്ഞാൽ, അത്തരം ഫലങ്ങൾ ധാരാളമായിട്ട് മനുഷ്യർക്കും ലഭിക്കും. അതിനെ വിശ്വസിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശവാക്യത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർക്ക് ധാരാളം ഫലങ്ങൾ ലഭിക്കും. അവർക്ക് സന്തോഷം ലഭിക്കും, സമാധാനം ലഭിക്കും. അവർ ചെറിയ കാര്യങ്ങളിൽ നന്ദി കാണിക്കുന്നവരായിരിക്കും, പരസ്പരം സഹായിക്കുന്നവരായിരിക്കും, കാര്യങ്ങളിൽ ക്ഷമ കാണിക്കുന്നവരായിരിക്കും, മനസ്സ് നിറഞ്ഞ് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുന്നവരായിരിക്കും, അള്ളാഹുവിൻ്റെ സ്വർഗം സ്വപ്നം കാണുന്നവരായിരിക്കും, കുഞ്ഞുമക്കളോട് കാരുണ്യം കാണിക്കുന്നവരായിരിക്കും, മുതിർന്നവരെ ബഹുമാനിക്കുന്നവരായിരിക്കും, മറ്റുള്ള എല്ലാ മനുഷ്യരെയും റെസ്പെക്റ്റ് ചെയ്യുന്നവരായിരിക്കും, തങ്ങളുടെ കൂടെ ജീവിക്കുന്ന ജന്തുജാലങ്ങളോട് കാരുണ്യമുള്ളവരായിരിക്കും. ഇങ്ങനെ മനുഷ്യനോടും ഭൂമിയോടും ജന്തുജാലങ്ങളോടും വരെ കാരുണ്യം കാണിക്കുന്ന ഒരു മനുഷ്യരായിരിക്കും അവർ. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള മനുഷ്യർ ജീവിക്കുന്ന ഒരു കുടുംബം, ഒരു സമൂഹം എന്ന് പറയുന്നത് അതിമനോഹരമായിരിക്കും. ഈ പറയുന്ന നേരത്തെ പറഞ്ഞ എല്ലാ സന്തോഷവും സമാധാനവും അവർക്കിടയിൽ നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ, അതാണ് റബ്ബ് പറയുന്നത്. ആ മരത്തിൻ്റെ കൊമ്പൊക്കെ ഇങ്ങനെ വിശാലമാണ്, ആകാശത്തിലേക്ക് ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്, ഒരിക്കലും ആർക്കും. എന്നിട്ട് അള്ളാഹ് പറയുന്നുണ്ട്, അതിൻ്റെ വേര് ആഴത്തിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. ഒരു കാറ്റിനും അതിനെ പിഴുതു മാറ്റാൻ സാധിക്കില്ല, ഒന്നിനും അതിനെ ഇളക്കി മാറ്റാൻ സാധിക്കില്ല. അത് ദൃഢമാണ്, അതൊരു ഉറച്ച വിശ്വാസമാണ്. ഇനി എത്ര പ്രത്യയശാസ്ത്രങ്ങൾ വന്നാലും, എത്ര തിയറികളും ഐഡിയോളജിയും വന്നാലും ശരി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പദത്തെ എന്ത് ചെയ്യാൻ പറ്റൂല, അതില്ലാതാക്കാൻ സാധിക്കുകയില്ല. ആദം നബി അലൈഹി സ്വലാമേക്കും ഹവ്വാ ബീവിയും അല്ലേ ലോകത്തിലേക്ക്, ഈ ഭൂമിയിലേക്ക് അള്ളാഹു അയച്ചതിന് ശേഷം ഒരുപാട് മനുഷ്യർ ഈ ഭൂമി ലോകത്ത് ജീവിക്കുകയും മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പല മനുഷ്യരുടെ പല കാര്യത്തിൽ പല തിയറികളായിരുന്നു അല്ലേ, ജീവിതത്തെക്കുറിച്ച്, വിവാഹത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, സമ്പത്തിനെക്കുറിച്ച്, ഞങ്ങളെങ്ങനെയാണ് ഉണ്ടായെന്നതിനെക്കുറിച്ച്, എവിടേക്കാണ് തിരിച്ചു പോവുക എന്നതിനെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ചും മരണത്തിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചൊക്കെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുള്ള, വീക്ഷണങ്ങളുള്ള ഈ പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായത്, ഇതെങ്ങനെയാണ്, ഇങ്ങനെ ഭൂമി എങ്ങനെ കറങ്ങുന്നു, ഇതൊക്കെ തൊട്ടുള്ള ഒരുപാട് ചിന്തകളുള്ള ധാരാളം മനുഷ്യരുണ്ടായിട്ടുണ്ട്. അവരൊക്കെ ഒരുപാട് പുസ്തകം എഴുതിയിട്ടുണ്ട്, അവരുടെ കൂടെ ആളുകൾ ഉണ്ടായിട്ടുണ്ട്, അവരൊക്കെ ഒരുപാട് ചിന്തകൾ വികസിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ മനുഷ്യർ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാത്ത വണ്ണം ആ മനുഷ്യരൊക്കെ മരിച്ചു മണ്ണടിഞ്ഞിട്ടുണ്ട്. ചില ആളുകളുടെ പുസ്തകങ്ങളും തിയറികളും ഇന്നും ചില ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ടാകും, പക്ഷേ അതിനും എന്തില്ല, ആയുസില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ പറയുന്നത്, ചില മരങ്ങൾ പോലെയാണ് ആ മോശം വർത്തമാനങ്ങൾ. അതിങ്ങനെ പെട്ടെന്ന് ഭൂമിക്ക് മുകളിൽ നിന്ന് തന്നെ വേരോടെ അതിന് പിഴുതു മാറ്റാൻ പറ്റും. ഒരു കാറ്റ് മതിയാകും, അല്ലെങ്കിൽ ഒരു ചെറിയ പേമാരി മതിയാകും, ഒരു മഴ മതിയാകും ആ മരം വീണ് അടിഞ്ഞില്ലാതായി പോവാൻ. കാറ്റത്തിങ്ങനെ അതിൻ്റെ വേരടക്കം, കാരണം അതിൻ്റെ വേര് ആഴത്തിൽ ഭൂമിയിലേക്ക് ഉറച്ചു നിന്നിട്ടില്ല. അവർ പറയുന്നതിന് തന്നെ അവർക്ക് ഉറപ്പില്ല. ഇന്നൊരാൾ പറയുന്ന വേറൊരാളത് മാറ്റി പറയുന്നു, പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നു, അതിനെന്തില്ല, അത് വമാ ലഹാ മിൻ ഖറാർ, അതിനൊരു ഉറപ്പുമില്ല. കാരണം എപ്പോഴും വേണമെങ്കിലും ആ വാദങ്ങൾ പൊളിഞ്ഞില്ലാതായി പോവാം. എന്നാൽ അള്ളാഹുവിൻ്റെ വാക്യം അതെന്നും നിലനിൽക്കുന്നതാണ്.
നമ്മുടെ ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പദത്തിൻ്റെ ആദർശത്തിൽ വിശ്വസിക്കുന്ന ഒരുപാട് മനുഷ്യരെ കാണാം. നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ ചിലരെ കാണാറുണ്ടല്ലേ. ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീ എന്ന് വിചാരിക്കാം, നല്ല സത്യവിശ്വാസിയായ ഒരു സ്ത്രീ, അവരുടെ കുഞ്ഞു മകൻ മരിച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെ മരണപ്പെട്ട ആ മകൻ്റെ ഉമ്മയെ നമ്മളിങ്ങനെ കാണാൻ പോവുകയാണ്. ഇപ്പം എങ്ങനെയാണ്, എന്ത് പറഞ്ഞിട്ടാണ് സമാധാനിപ്പിക്കുക എന്നതായിരിക്കും നമ്മളുടെ സങ്കടം. പക്ഷേ അവിടെ എത്തി നമ്മൾ സമാധാനിപ്പിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ആ സ്ത്രീ ചിരിച്ചുകൊണ്ട് നമ്മളോട് പറയും, ഇൻഷാ അല്ലാ നാളെ എൻ്റെ മോൻ സ്വർഗകവാടത്തിൽ എന്നെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കും. ഇത് ഒരു മനുഷ്യൻ എങ്ങനെ കിട്ടുന്നു എന്ന് ചോദിച്ചാൽ അപാരമായ ക്ഷമ, സ്വർഗത്തിലേക്കുറിച്ചുള്ള വിശ്വാസം, അതിലുള്ള പ്രതീക്ഷ, ക്ഷമിക്കുവാനുള്ള ശേഷി. ഇത് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത, അള്ളാഹു കൊടുത്ത വാഗ്ദാനത്തിൽ ഒരു സ്ത്രീ വിശ്വസിക്കുന്നതുകൊണ്ടാണ്, ഒരു മനുഷ്യൻ വിശ്വസിക്കുന്നതുകൊണ്ട് കിട്ടുന്ന അപാരമായ ശക്തിയാണത്, അപാരമായ ആത്മവിശ്വാസമാണത്, അല്ലേ, അപാരമായ ക്ഷമയാണത്. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളെ നമുക്ക് ചരിത്രത്തിലും കാണാൻ സാധിക്കും. ചിറകുള്ള ജഅഫറെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജഅഫർ അത്വയ്യാറിനെ കുറിച്ചിട്ട്. മുഅ്ത യുദ്ധമാണ് സന്ദർഭം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിന് പതാക കൊടുത്തുകൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പതാക, ഇസ്ലാമിൻ്റെ പതാക കൊടുത്തുകൊണ്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, താങ്കൾ എന്ത് ചെയ്യണം, യുദ്ധത്തിൻ്റെ മുൻപിൽ ഇതിൻ്റെ സമരനായകനായിട്ട് താങ്കൾ നിൽക്കണം, മുമ്പിൽ താങ്കൾ നിൽക്കണം, താങ്കളാണ് പടപൊരുതേണ്ടത്. എന്നിട്ട് പിന്നീട് ആ സൈന്യത്തെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ നേതാവ് സയ്യിദ് ഇബ്നു ഹാരിസയാണ്, അദ്ദേഹം രക്തസാക്ഷിയായാൽ പിന്നെ ജഅഫർ ഇബ്നു അബീ താലിബിന് താങ്കൾ എന്ത് ചെയ്യണം, ജഅഫർ ഇബ്നു അബീ താലിബ് ഈ പതാക വഹിക്കണം. ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈന്യത്തെ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ യുദ്ധം നടക്കുകയാണ്. സയ്യിദ് ഇബ്നു ഹാരിസ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയായി. പിന്നീട് ജഅഫർ ഇബ്നു അബീ താലിബ് ആ പതാക ഏറ്റുവാങ്ങുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം തൻ്റെ വലത് കൈയിൽ പതാകയും പിടിച്ച് യുദ്ധം ചെയ്യുകയാണ്. ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ വലത് കൈ അരിഞ്ഞു വീഴ്ത്തി. അപ്പോൾ ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു തൻ്റെ ഇടത് കൈയിലേക്ക് ആ പതാക വഹിക്കുന്നുണ്ട്. അങ്ങനെ ഇടത് കൈയും ശത്രുക്കൾ അരിഞ്ഞു വീഴ്ത്തി. അപ്പോൾ അദ്ദേഹം രണ്ട് കൈമുട്ടുകളും, അരിഞ്ഞു വീഴ്ത്തിയ കൈകളുടെ രണ്ട് കൈമുട്ടുകളും വെച്ച് അതിനിടയിൽ പതാക വെച്ച് തൻ്റെ നെഞ്ചോട് ആ പതാക ഏറ്റുപിടിക്കുകയും നിലത്ത് വീഴാതെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ജഅഫർ ഇബ്നു അബീ താലിബിനെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ അദ്ദേഹം പിന്നീട് രക്തസാക്ഷിയാകുന്നുണ്ട്. ഇത് കണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അത് ജഅഫർ അത്വയ്യാറാകുന്നു. തീർച്ചയായിട്ടും അള്ളാഹു അദ്ദേഹത്തിൻ്റെ അറ്റുവീണ രണ്ട് കൈകൾക്ക് പകരമായിട്ട് അള്ളാഹു സ്വർഗത്തിൽ അദ്ദേഹത്തിന് രണ്ട് ചിറകുകൾ നൽകും. സ്വർഗത്തിൽ എവിടേക്ക് വേണമെങ്കിലും അദ്ദേഹത്തിന് ആ ചിറകുകൾ കൊണ്ട് പറക്കാൻ സാധിക്കും എന്ന് ചരിത്രം പറയുന്നുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ജഅഫർ അത്വയ്യാർ, ചിറകുള്ള ജഅഫർ എന്ന പേര് വീണതെന്നും ചരിത്രം നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ധാരാളക്കണക്കിന് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അടിയുറച്ച ഈമാൻ മൂലം അള്ളാഹുവിന് വേണ്ടി ജീവിക്കുകയും ഏത് നിമിഷത്തിലും ജീവിക്കുകയും സംതൃപ്തമായി മരിക്കുകയും ചെയ്യുന്ന, ജീവിതം മാത്രമല്ല മരണവും സംതൃപ്തമായി പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ യഹ്യ സിൻവാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഫലസ്തീനിൽ ഈ കഴിഞ്ഞ കാലങ്ങളിലാണ് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടത്. ഇക്കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് റമൈത്തു അസിൻവാർ, സിൻവാറിൻ്റെ വടി ഞാൻ എറിഞ്ഞു എന്ന് പറയുന്നൊരു പദം തന്നെ ഉണ്ടെന്നാണ്. അഥവാ സിൻവാർ അദ്ദേഹത്തിൻ്റെ വടി കൊണ്ട് ശത്രുക്കൾക്ക് നേരെ വീശിയെറിയുന്ന അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യൻ, അവൻ്റെ ജീവിതം, അത് നിൽക്കുന്ന സമൂഹവും ആകാശത്തെന്നും ഉയർന്നു നിൽക്കും, വേര് ഉറച്ചതായിരിക്കും, ഒരിക്കലും അവർ പരാജയപ്പെടില്ല. നിങ്ങളെ രണ്ടാമത്തെ ഉപമയെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചിച്ചാൽ നീചമായ മരത്തെക്കുറിച്ച് ധാരാളം ഉപമകൾ നമുക്ക് കാണാൻ സാധിക്കും. അഡോൾഫ് ഹിറ്റ്ലർ, ആരായിരുന്നു ഹിറ്റ്ലർ എന്ന് ചോദിച്ചാൽ ഒരു സമയത്ത് ലോകത്തെ വിറപ്പിച്ച മനുഷ്യനാണല്ലേ. ജൂതന്മാർ കൂട്ടമായി കൊല ചെയ്ത മനുഷ്യനാണ്. ആ ഹിറ്റ്ലർ എങ്ങനെയാണ് മരണപ്പെട്ടതെന്നും ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അഡോൾഫ് ഹിറ്റ്ലർ ഒടുവിൽ സ്വന്തം ശരീരത്തേക്ക് വെടിയുയർത്തിക്കൊണ്ട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നതും അദ്ദേഹത്തിൻ്റെ പങ്കാളിയും എവാ ബ്രൗണും അദ്ദേഹത്തിൻ്റെ കൂടെ സയനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ മോശം വൃക്ഷത്തിനും മോശം ആശയത്തിനും ഒരിക്കലും നിലനിൽപ്പില്ല, അവരുടെ അന്ത്യവും അങ്ങനെ തന്നെയായിരിക്കും. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പദം എക്കാലവും അത് ആകാശത്തിലേക്ക് അതിൻ്റെ ശിഖരങ്ങൾ എഴുന്നേറ്റ് നിർത്തിക്കൊണ്ട്, അതിൻ്റെ ആകാശത്തിലേക്ക് ശിഖരങ്ങൾ ഉയർത്തിപ്പിടിച്ച്
എന്നും നിൽക്കും എന്ന് ഈ ആയത്ത് പഠിപ്പിച്ചിരുന്നു. ഇത് ഇവിടെ നമ്മൾ നിർത്തേണ്ടുന്ന ഉപമയല്ല, വിശാലമായ അർത്ഥത്തോടു കൂടി ചിന്തിക്കേണ്ടുന്ന ഒന്നാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു അത്തരത്തിൽ ചിന്തിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് വേറൊരു ക്ലാസ്സിൽ നമുക്ക് കണ്ടുമുട്ടുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.